ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു എഗ്ഗ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഗ്രീൻ പീസും കിഴങ്ങും സവോളയും എടുത്തു വെച്ചിട്ടുണ്ടേ, ഒരു എഗ്ഗ് കറി ഉണ്ടാക്കാനായിട്ട്. അതിന് വേണ്ടി ഒരു 10-12 വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 4 പച്ചമുളക്, ഇത് വലിയ എരിയില്ലാത്ത പച്ചമുളകേ. പിന്നെ 2 ഗ്രാമ്പു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം വെച്ചിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം പട്ട. പിന്നെ കുഞ്ഞ് ഏലക്ക 4 കുഞ്ഞാണ് കേട്ടോ. വലുതാണെങ്കിൽ 2 ഏലക്ക ഇട്ടാൽ മതി, അതിൽ 1 ഏലക്ക ഇട്ടാൽ മതി, നല്ല വലിയ ഏലക്കയാണെങ്കിൽ. ഇതിനകത്ത് ചിലത് കുരുവൊന്നുമില്ല. പിന്നെ ഒരു 5-6 കുരുമുളക് മണി, ഇതെല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇതിനകത്തിട്ടൊന്ന് ചതച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ടിട്ട് ഇതൊന്ന് ചതച്ചെടുത്തോണ്ട് കേട്ടെ. നമുക്ക് അടുപ്പ് കത്തിക്കാം. ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടേ. ഇതിനകത്ത് എണ്ണയൊന്ന് ചൂടാവട്ടെ. നമ്മുടെ എണ്ണ ചൂടായി. ഇതിനകത്ത് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തേ. ഇതിനകത്ത് ഇപ്പം നമ്മൾ ഈ പൊടി എടുത്ത് ചതച്ചിട്ട് വന്ന വെളുത്തുള്ളി ഇഞ്ചിയും പട്ടയും മസാലയൊക്കെ ഇല്ലേ, അതും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കുറയ്ക്കട്ടെ. ഇതിനകത്ത് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തേ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. ഇതിൻ്റെ ഒരു ചെറിയൊരു പച്ച മണം ഒന്ന് മാറണേ, അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിനകത്ത് വേണ്ടുന്ന ഗ്രീൻ പീസ് ഞാൻ പുഴുങ്ങി വെച്ചേക്കും, ഉപ്പൊന്നും ഇടാതെ പുഴുങ്ങി വെച്ചേക്കുന്നത്. 1 കപ്പ് ഗ്രീൻ പീസ് എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട്. ഇത് ഗ്രീൻ പീസ് ഇതല്ല, ഫ്രഷല്ല, പിന്നെ ഫ്രോസണും അല്ല. നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന ഗ്രീൻ പീസ് ഇല്ലേ, ഉണങ്ങലിരിക്കുന്ന, അത് വെള്ളത്തിൽ ഇട്ടതാണ്. ഒരു 5-6 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് ചൂടുവെള്ളം ഒഴിച്ച് വെച്ച് കുതിർക്കണം. എന്നിട്ടത് ഒരു 4 വിസിൽ പ്രഷർ ചെയ്തിട്ട് എടുത്തതാണ്. പിന്നെ കിഴങ്ങും ഇതിനകത്ത് ചേർക്കാനുള്ള കിഴങ്ങും, വലിയൊരു കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞ് പുഴുങ്ങി വെച്ചേക്കുന്നേ. മുട്ടയും അതുപോലെ പുഴുങ്ങി വെച്ചിട്ടുണ്ടേ. ഇതൊന്ന് നല്ല മൂക്കട്ടെ. നമ്മളെ വെളുത്തുള്ളിയും മസാലയൊക്കെ ഒന്ന് പച്ചമണം മാറിയേ. ഇനി ഇതിനകത്ത് വലിയൊരു സവാള അരിഞ്ഞ് വെച്ചേക്കും, അതിട്ട് കൊടുക്കാം. സവാള നല്ലതുപോലെ ഒന്നും വാടണേ. നമ്മുടെ ഉള്ളി ചെറുതായിട്ട് വാടിയേ. ഇനി ഇതിനകത്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി,
ഇതിനകത്ത് ഒരു ടീസ്പൂൺ മീറ്റ് മസാല, ചിക്കൻ മസാലയോ ഗരം മസാലയോ ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതിൽ ഉപ്പിട്ടിട്ടില്ലേ. ഇനി ഇതിൽ ഒരു തക്കാളി മിക്സിയിലിട്ട് അടിച്ച് വെച്ചേക്കുന്നേ, അത് ഒഴിച്ചു കൊടുക്കാം. ഈ തക്കാളിയുടെ പച്ച മണം ഒന്ന് മാറണേ. നമ്മളെ തക്കാളിയുടെ പച്ചമണമൊക്കെ മാറിയേ. ഇനി ഇതിനകത്ത് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ലേ. ഇതിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ചും കൂടി വെള്ളം വേണം. ഇത് മതി. ഇനി ഇതൊന്ന് തിളക്കട്ടെ. നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. തിളക്കട്ടെ. ഇതൊന്ന് തിളക്കട്ടെ. അതുവരെ നമ്മളെ കറി നല്ല തിളച്ചേ. ഇനി ഇതിൽ ഒരര ടീസ്പൂൺ കസൂരി മെത്തി ഇട്ട് കൊടുക്കാം. അതെപ്പോഴും കസൂരി മെത്തി ഇടുമ്പോൾ ഇങ്ങനെ പൊടിച്ചിട്ടിടണം. നല്ല മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഈ ഗ്രീൻ പീസ് വേവിച്ചില്ലേ അതിട്ട് കൊടുക്കാം. ഇതിനകത്ത് ഈ കിഴങ്ങും ഇട്ട് കൊടുക്കാം. ഇത് പുഴുങ്ങിയ കിഴങ്ങേ. ഇതൊന്ന് തിളക്കട്ടെ. തിളക്കട്ടെ. നമ്മുടെ കറിയൊക്കെ ഒരു 4-5 മിനിറ്റായേ. തീ കുറച്ചിട്ടേക്ക് വരുന്ന ഞാനിപ്പോൾ ഒന്ന് കൂട്ടിയതാണ്. ഇനി ഇതിനകത്ത് മുട്ടയില്ലേ, ഞാൻ 4ആയിട്ട് വരഞ്ഞിട്ടുണ്ട് നീളത്തിൽ ഇട്ടത്. മുട്ട ഇട്ട് കൊടുക്കേ. ഞാൻ 3 മുട്ട ഇട്ട് കൊടുക്കുന്നുള്ളേ. ഒരു മുട്ട എൻ്റെ പട്ടിക്കുട്ടിക്കുള്ളത്. ഇതൊന്ന് ഇളക്കി കൊടുക്കേ. നമുക്കൊന്ന് ഉപ്പ് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടേ. ഇനി ഉപ്പ് കുറവാണ്. ഇതൊന്ന് തിളക്കട്ട് കിടന്നു. ഇത് കുറച്ചിടുവേ. 1-2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ എഗ് മസാല നോക്കേ. എഗ് മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വേറെ പരിപാടിയൊന്നുമില്ല. 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില. ഇനി ഇതൊന്ന് അടച്ചിടാം. എന്നിട്ട് ഗ്യാസ് ഒന്ന് ഓഫാക്കാം. ഇനി ഇതൊരു 2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. എന്നിട്ട് എടുക്കാം. നമുക്ക് എഗ് മസാല എടുക്കാം. ഒന്ന് പാത്ത് വെക്കട്ടെ. കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. ചപ്പാത്തിക്കും പൂരിക്കും അപ്പത്തിനും ചോറിന് എനിക്കറിയില്ലേ. ചപ്പാത്തിക്കും പൂരിക്കും അപ്പത്തിനും എന്തിൻ്റെ കൂടെയും കഴിക്കാം, ചോറിൻ്റെ ഇല്ലാതെ. ചോറ് എനിക്കറിയില്ല. അപ്പോൾ മിക്കവർക്കും അറിയുന്നതൊക്കെയാണ് ഇതൊക്കെ. പക്ഷെ ഞാനിന്നിപ്പോൾ രാത്രി ചപ്പാത്തി എൻ്റെ ഡിന്നറിൻ്റെ കറിയാണേ. ഓക്കെ, ഇത് കറിയാന്നൊക്കെ അരപ്പ് വേണ്ടവർക്ക് കുറച്ച് പറ്റിക്കുന്നതിന് മുമ്പേ നമുക്കെടുക്കാം. അണയ്ക്കാം. ഞാനിപ്പോൾ അധികം
അരപ്പ് വേണ്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം